ഇനി പാർക്കുട്ടിക്ക് ഉപ്പുമുളകല്ല പുതിയൊരു സീരിയൽ ചെയ്യണം. അപ്പൊ എങ്ങനത്തെ ക്യാരക്ടർ ചെയ്യണം എന്ന് ആഗ്രഹം എന്താ? അങ്ങനെ എനിക്കൊന്നുമില്ല, അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെ സിനിമയിൽ താറ് മേടിക്കണം, അത്രേ ഉള്ളൂ ആഗ്രഹം. താറ് വാങ്ങിക്കണോ? എങ്ങനെ താറ് വാങ്ങിക്കാൻ പോന്നെ? മനസ്സിലായി, താറല്ലേ മനസ്സിലായി. എങ്ങനെയാ ജീപ്പ്? എനിക്ക് മനസ്സിലായി. എങ്ങനെയാ വാങ്ങിക്കാൻ പോന്നെ? പിന്നെ കാശ് കൊടുത്തല്ല, പിന്നെ എങ്ങനെ വാങ്ങിക്കാ? അതല്ല, പിന്നെ കാശ് കൊടുത്താണല്ലോ വാങ്ങിക്കുക. ഇങ്ങനെ സീരിയലൊക്കെ അഭിനയിച്ചിട്ടാണോ കൂടുതൽ സിനിമയൊക്കെ ചെയ്ത് അവാർഡൊക്കെ വാങ്ങിച്ചത്? അല്ലാതെ പിന്നെ എങ്ങനെ മേടിക്കാനാ? അല്ല, വീട്ടുകാരെ കാശ് ഇരിക്കുന്നില്ലല്ലോ. എല്ലാരും ഗിഫ്റ്റ് തരാനാണോ? അല്ല, കുറുമ്പി അല്ലാന്ന് പറഞ്ഞില്ലേ? ഇങ്ങനത്തെ കുറുമ്പൊക്കെ ഉള്ളോ? ഇടിക്കും അടിക്കും ഒക്കെ ചെയ്യോ? അത് വീട്ടിലല്ലാതെ ഇല്ലാതെ വീട്ടിൽ മാത്രമേ ഉള്ളൂ, വേറെ ആൾക്കാരെ ഒന്നും ചെയ്യത്തില്ല. ഓക്കെ, പാവാണോ? പാർക്കുട്ടിന്നാണോ എല്ലാരും വിളിക്കുക? അമ്മയെന്നാണോ? എന്താ വിളിക്കാറ്? ആരെങ്കിലും അമ്മയെന്ന് വിളിക്കോ? അത് സ്കൂളിൽ ചിലവരൊക്കെ വിളിക്കും. അതിപ്പോ പേരറിയാത്തവരാണെങ്കിൽ അമ്മയെന്ന്. എന്ത് വിളിക്കുന്ന ഇഷ്ടം? എനിക്കങ്ങനൊന്നുമില്ല, എനിക്ക് എന്ത് വിളിച്ചാലും ഓക്കെ. ഏത് സെറ്റാ? പിന്നെ ആ സീരിയലും ചെയ്തല്ലോ, ഉപ്പുമുളകും സെറ്റാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടെ? എനിക്ക് അവിടെ ഞാൻ പറഞ്ഞില്ലല്ലോ, എനിക്ക് അവിടെ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു കഞ്ഞി കിട്ടും. എവിടുന്നാ? മറ്റേ സ്വർഗം കഞ്ഞി ഇഷ്ടാണോ? നല്ല അവിടെ എന്നെയും കൂടെ ജനിപ്പിക്കാതെ അവിടുന്ന് പിന്നെ പറഞ്ഞോ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ തരാം കേട്ടോ. അവിടെ മറ്റേ ഇങ്ങനെ കഞ്ഞിയൊക്കെ തെറ്റി. മോള് ശരിക്കും പറഞ്ഞു, കഞ്ഞിയൊക്കെ തരും സെറ്റില്. പറ എന്നിട്ട്. ഞാൻ വേറെ എല്ലായിടത്തും പോയി പറയാം. ഇല്ല, നമുക്ക് എല്ലാത്തിനും ഒരുമിച്ച് ഇടി വാങ്ങിച്ചോളാം ഞാൻ. മറ്റേ ചമ്മന്തി ഒക്കെ ഇട്ടിട്ട്, മറ്റേ ചമ്മന്തി മിക്സ്ഡ് ആയിട്ട് നല്ല ടേസ്റ്റാ. അത് അവിടുന്ന് മാത്രമേ അങ്ങനത്തെ കുടിച്ചിട്ടില്ല. വീട്ടിൽ നിന്നൊക്കെ കഞ്ഞി കുടിക്കാറുണ്ടോ? പിന്നെ കഞ്ഞി കുടിക്കാതെ പിന്നെ വീട്ടിൽ ഇതുപോലെ തന്നെ അല്ല, വീട്ടിൽ നിന്ന് ഇനി ഇപ്പൊ ചപ്പാത്തിയും കറിയും ഒക്കെ കഴിക്കത്തുള്ളൂ, കഞ്ഞി കുടിക്കുമോന്ന് അറിയില്ലല്ലോ. പനി വന്നാൽ മാത്രമാണോ കുടിക്കുന്നേ? ഞാനൊക്കെ പനി വന്നാലേ കുടിക്കത്തുള്ളൂ. അതുകൊണ്ട് അല്ലാത്ത സമയത്ത് വല്ല ചപ്പാത്തിയോ ചിക്കൻ കറിയോ ഒക്കെ കഴിക്കത്തുള്ളൂ. എല്ലാ ദിവസവും ചിക്കൻ അല്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഉള്ള കറിയൊക്കെ വെച്ച് കഴിക്കും. വെജിറ്റബിൾ കഴിച്ചിട്ടുണ്ടോ? ഒരു ദിവസം വെജിറ്റബിൾ കഴിച്ചിട്ടുണ്ടോ? പിന്നെ എപ്പോ? ദാരിദ്ര്യമാകുമ്പോ, മാസാവസാനം ആകുമ്പോ. അയ്യോ, പാർക്കുട്ടി വെജിറ്റബിൾസ് കഴിക്കാറുണ്ടോ? എനിക്കിഷ്ടമല്ല. അതെന്നാ കഴിക്കാത്ത? വെജിറ്റബിൾസ് കഴിച്ചാലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ. ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചെയ്തിട്ട് എന്റെ കൈ മുറിഞ്ഞു. എന്താ? അത് ഞാൻ ചെയ്തിട്ട് കൈ മുറിഞ്ഞു. ഓ, ഞാനാണെങ്കിൽ കുക്കുംബർ അരിഞ്ഞ്, അപ്പോഴാണ് എന്റെ കൈ മുറിഞ്ഞത്. ഞാൻ കുക്കുംബർ അരിഞ്ഞ് മറ്റേ മാംഗോസ് അരിഞ്ഞ് വെക്കത്തില്ല, മാംഗോ ജ്യൂസിനകത്ത് മാംഗോ അരിഞ്ഞ് വെക്കുന്ന പോലെ കാണിക്കത്തില്ലേ, അതുപോലെ അരിഞ്ഞ് സെറ്റാക്കിയിട്ട് ഉപ്പും മുളകോട് ഇട്ടിട്ട് കുലുക്കി ശർബത്തൊക്കെ ഇട്ട് തിന്നും. നല്ല ടേസ്റ്റാണ്. ഓ, പാചകമൊക്കെ അറിയാം അല്ലേ? ഞാൻ മുട്ടയൊക്കെ ഉണ്ടാക്കും. എല്ലാം മുട്ടയെന്ന് കുടിക്കും. അപ്പൊ വീട്ടിൽ എന്തൊക്കെ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കുവോ? സാലഡ്, എന്തെങ്കിലുമൊക്കെ എന്റർടൈൻമെന്റ്. പക്ഷെ അപ്പൊ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് പാർക്കുട്ടിക്ക് കുക്കിങ്ങും അറിയാം. മൾട്ടി ടാലന്റ് ആണ്. പാട്ട് പാടത്തില്ലേ പാർക്കുട്ടി? ഞാൻ പാടത്തില്ല കേട്ടോ. ഇല്ലേ? ഇപ്പൊ എന്റെ ഇത് പറഞ്ഞ ഞാൻ പാടത്തില്ല. പറയണില്ല. വേറെ എന്നാ ഇഷ്ടം? എനിക്ക് പടം വരയ്ക്കാൻ. പടം വരയ്ക്കാൻ ഇഷ്ടമാണോ? മനുഷ്യന്മാരെയൊക്കെ വരയ്ക്കോ? അങ്ങനത്തെയാണോ ഇഷ്ടം, അതോ കാർട്ടൂൺ ഒക്കെ വരയ്ക്കാനാണോ ഇഷ്ടം? മനുഷ്യന്മാര് വരയ്ക്കാൻ ഞാൻ വരച്ചടിക്കട്ടെ. പേപ്പർ കൊണ്ടു തരണോ? ശരിക്കും ആരെങ്കിലും ഒരു പേപ്പർ മെനൊക്കെ കൊണ്ട് കൊടുക്കുവോ? മങ്കേനെ ഒന്നും വരച്ച് എന്നെ തന്നെ എന്നെ കണ്ടിട്ട് പറ, എന്താ വരയ്ക്കാൻ എളുപ്പം? എന്താ എന്റെ ഫീച്ചേഴ്സ്? ഫേസ് മാത്രം വരച്ചാൽ മതി. ശരിക്കും നന്നായിട്ട് വരയ്ക്കും എന്നെ. നല്ല സുന്ദരിയായി വരയ്ക്കണേ. വേഗം കൊണ്ടു കൊടുക്ക. എന്നെ നന്നായി വരയ്ക്കണേ. വലുതാവുമ്പോ ആരാ പാർക്കുട്ടിക്ക് ആവണ്ടേ? ഞാനിത് വരയും കൂടെ കണ്ടിട്ട് ചോദിക്കാന്ന് ഓർത്തിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. സ്കൂളിൽ പോവാത്ത പാർക്കുട്ടിക്ക് ഡോക്ടർ ആവണം പോലും.
അയ്യോ ഡോക്ടർ ആണോ, ഡോക്ടർ ആയിക്കോണോ, ഡോക്ടർ തന്നെ. അല്ല ഇനിയിപ്പോ ചിത്രം വരെയൊക്കെ കണ്ടു കഴിയുമ്പോ ഇനി വല്ല പറയാൻ പറ്റത്തില്ലല്ലോ. അവിടെ വല്ല കഴിവുണ്ടോ ഞാൻ നോക്കട്ടെ. പഠിത്തത്തിന്റെ ഏകദേശം തീരുമാനമായി. ചേച്ചിക്ക് നല്ല കഴിവുണ്ടെന്ന് പറയും ചേച്ചി. അതുപോലെ ഞാൻ വരച്ചേക്കുന്നു. കാണിക്കട്ടെ? തമ്പുരാനറിയാൻ. ദാ. ഇതിലാരാ ഞാൻ? ഇതാണോ ഞാൻ? ഈ കൈ താഴെയോ അവിടെയും കിടക്കുന്നത്? ആ ട്രൗസർ ഇട്ടത് നീ? ഗൈസ് കണ്ടില്ലേ, നീതി പുലർത്തോ. ഇതെന്താ വായിലെന്താ പല്ലോ? ഞാനോ?